പോകുന്നു. ഗൂഗിൾ ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി പറയുന്നത് രാഹുൽ പാലക്കാടേക്ക് വന്നാൽ DYFI തടയും, DYFI അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ DYFI തടയും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഔദ്യോഗിക പരിപാടിയിൽ രാഹുൽ പങ്കെടുത്താൽ BJPയുടെ ഭാഗത്തു നിന്നും CPMന്റെ ഭാഗത്തു നിന്നും മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒക്കെയുള്ള പ്രതിഷേധവും കരിങ്കൊടിയൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അത് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി ഏത് തരത്തിലാണ് ഒരു സ്ട്രാറ്റജി കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിക്കുന്നത്? അതായത് അത്തരം പരിപാടികൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള ധാരണ നല്ല രീതിയിൽ ഈ രാഹുലുമായി അടുത്ത് നിൽക്കുന്ന കേന്ദ്രങ്ങൾക്കുണ്ട്. അവർ ഒരു പ്രതിഷേധം മുന്നിൽ കാണുന്നുമുണ്ട്. രാഹുൽ വരുന്നു, സ്വാഭാവികമായും DYFIയും അതോടെ തന്നെ യുവമോർച്ചയും മറ്റ് യുവജന സംഘടനകളും ഒക്കെ രാഹുലിനെ തടയുകയും മറ്റ് പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും എന്നുള്ളതൊക്കെ തന്നെ പ്രതിഷേധം കണക്കാക്കുന്നുണ്ട്. രാഹുലുമായി ചേർന്ന് നിൽക്കുന്ന ചിലർ പറയുന്നത് അത്തരം പ്രതിഷേധങ്ങളെ ഭയക്കാതെ അല്ലെങ്കിൽ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് രാഹുൽ വരുന്നത്. അതപ്പോൾ നോക്കാം, ആ പ്രതിഷേധം എങ്ങനെയാണോ അത് പോകുന്നത് അപ്പോൾ നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, രാഹുലിന് പ്രതിരോധം തീർക്കാൻ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനോ മറ്റ് പാർട്ടി നേതാക്കൾക്കോ നേരിട്ട് കഴിയില്ല. സ്വാഭാവികമായി അത് പൂർണ്ണമായും പോലീസായിരിക്കും എടുക്കുക. അങ്ങനെ രാഹുലിനെ സംരക്ഷണം കൊടുക്കാൻ കോൺഗ്രസ് കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ DYFIയും യുവമോർച്ചയും ഇവർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഇത് ഏതെങ്കിലും ഒരു ലൈനിൽ വെച്ച് അവസാനിപ്പിക്കണം എന്നൊരു സാഹചര്യം വരും. കാരണം സ്വാഭാവികമായും രാഹുലിനെതിരെ പ്രതിഷേധം നടത്തുന്നു, സ്വാഭാവികമായി കയറി ആക്രമിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല, അതിന് കഴിയുകയുമില്ല. അപ്പോൾ ആ ലൈൻ എവിടെ വെച്ച് തീരുമാനിക്കും, എവിടെ വെച്ച് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പക്ഷെ അങ്ങനെ എളുപ്പമോ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി 6 മാസം 7 മാസമേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നു VT ബൽറാമിനെ ഇതുപോലെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച സമയത്ത് അത് ഇത്രയും കാലമല്ല, ദീർഘകാലം CPMഉം CPMന്റെ സംഘടനകളും അത് തുടർന്നു. AKGയെ കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തിന്റെ പേരിൽ ചിലയിടത്ത് സംഘർഷങ്ങൾ പോലും ഉണ്ടായി. MLA പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും പങ്കെടുക്കാത്ത അവസ്ഥ തുടങ്ങിയ കാര്യങ്ങൾ. അതിനേക്കാൾ രൂക്ഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതേപോലെ തന്നെയുള്ള ഒരു കാര്യം, ഗോകുല് രാഹുലിനെ ഇത്തരത്തിൽ കൊണ്ടുവരുന്നതിൽ പാലക്കാട്ടെ കോൺഗ്രസിൽ എല്ലാവർക്കും ഒരു അഭിപ്രായമാണോ എന്നുള്ളതാണ്. ഷാഫിക്ക് സ്വാഭാവികമായും രാഹുലിനെ പാലക്കാടേക്ക് കൊണ്ടുവരണം, അവിടെ വീണ്ടും ലോഞ്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ പാലക്കാടെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖങ്ങളായി നിൽക്കുന്ന മറ്റ് നേതാക്കൾക്ക് അതിനോടുള്ള സമീപനം എന്താണ്? തീർച്ചയായും ആ രീതിയിൽ ഒരു സംഘർഷങ്ങളിലേക്ക് പോകാൻ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് താല്പര്യമില്ല. ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. പാലക്കാട് BJP രണ്ടാമത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് അനുകൂലമായി വരും, ആർക്ക് പ്രതികൂലമായി വരും എന്നുള്ളതൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ഘട്ടങ്ങളോ അല്ലെങ്കിൽ ചില എലമെൻറ്റ്സ് ആയിരിക്കും അതിലൊരാൾക്ക് അനുകൂലമാക്കുന്നതും പ്രതികൂലമാക്കുന്നതും. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ രാഹുലിനെ കൊണ്ടുവരികയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതും അക്രമങ്ങൾ ഉണ്ടാകുന്നതും ഒരിക്കലും ഗുണം ചെയ്യില്ല എന്ന് കരുതുന്ന ഒരു വിഭാഗം കോൺഗ്രസിലുമുണ്ട്. അത് ഇത്തരത്തിൽ രാഹുലിനെ ഇവിടെ ലോഞ്ച് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു കാര്യം സ്വാഭാവികമായും ഇവർ കരുതുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ ഇപ്പോൾ തടയും എന്ന് പറഞ്ഞ അത്തരത്തിൽ തടയുന്നു, മറ്റ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ആ ഒരു സംഘർഷം ഒഴിവാക്കാൻ സ്വാഭാവികമായും പ്രതിപക്ഷത്തുള്ള യുവജന സംഘടനകളും അതിനൊരു മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്വാഭാവികമായി പോലീസ് തടയുകയും കൂടുതൽ അതിനപ്പുറത്തേക്ക് കടന്നു എന്ന് ഏതെങ്കിലും തരത്തിൽ രാഹുലിനെ തടയുന്ന ഒരു സമീപനം ഉണ്ടാകില്ല. പക്ഷേ വലിയ പ്രതിഷേധങ്ങളോ സംഘർഷങ്ങളോ പാലക്കാട് ഉണ്ടാകും. അല്ലെങ്കിൽ സംഘർഷ സാഹചര്യത്തിലൂടെ പാലക്കാട് രാഹുൽ വരുന്ന ആദ്യ ദിവസം സംഘർഷം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ തടയും എന്നുള്ള കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. BJP ഒരു 10 മിനിറ്റ് കൊണ്ട് നിലപാട് പറയാമെന്നാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും BJPയും CPMഉം രാഹുൽ അവിടേക്ക് പോയാൽ തടയുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് സംഘർഷത്തിലേക്കും വഴി തെളിച്ചേക്കാം.